ചോദിക്കുന്ന മുമ്പാണ്. അങ്ങനെ ഓരോരോ ഘട്ടം ഘട്ടമായിട്ടാണ്. അപ്പോൾ ഇവരിങ്ങനെ ഈ നിസ്കാരം എന്ന് പറയുമ്പോൾ അതിലൊരു ഭക്തി വേണം. അതില്ലാതെ ഇത്ര അവസ്ഥ വന്നപ്പോൾ ആയത്തറിയുക, കൂമോ നിങ്ങൾ നിസ്കരിക്കാൻ നിൽക്കുക, ലില്ലാഹി അള്ളാഹുവിന്, കൂമോ ലില്ലാഹി ഖാനിത്തീൻ ഭക്തിയോടുകൂടി. ഖാനിത്തീൻ, ആ ഖാനിത്ത് എന്നതിൻ്റെ ബഹുവചനമാണെന്ത്? ഖാനിത്തീൻ എന്നത്, ഭക്തിയുള്ളവരായി. അപ്പോൾ ഭക്തി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? അടക്കം, ഒതുക്കം. അപ്പം ജീവിതത്തിൽ ഒരു അടക്കവും ഒതുക്കവും ഉള്ളവൻ. ജീവിതത്തിൽ അടക്കവും ഒതുക്കവും എന്ന് പറഞ്ഞാൽ ആർക്കുണ്ടാവുക? ഭക്തി, അതായത് ഹൃദയത്തിൽ ഒരു ഭയമുള്ളവനെ ഉണ്ടാവുള്ളൂ. ജീവിതത്തിൽ പിന്നെ ഒരു അടക്കം ഒതുക്കം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ മറ്റുള്ള ഭൗതികമായ ചിട്ടകളെ സംബന്ധിച്ചല്ല, മറിച്ച് എന്താണ്? അതായത് കൽപ്പന, അത് ഒരു കാര്യം നിർവഹിക്കാൻ വേണ്ടി പറഞ്ഞ ഒരു നിർദ്ദേശം ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പാലിക്കുക, കൃത്യമായ കാര്യങ്ങൾ ചെയ്യുക, അതിൽ അലംഭാവം കാണിക്കാതിരിക്കുക. ഇതൊക്കെയാണ് അടക്കവും ഒതുക്കവും എന്ന് പറഞ്ഞാൽ. മനസ്സിലാണ്ട് പറഞ്ഞേ? അപ്പോൾ അള്ളാഹ് ചോദിക്കുകയാണ്, അമ്മൻ അതല്ല ഒരുവനാണോ, ഹുവ അവൻ ഖാനിത്തുൻ ഭക്തനാണ്, ഭക്തി കാണിക്കുന്നവനാണ്. ഇനി പ്രത്യേകിച്ച് അള്ളാഹ് പറയണം, ആനാ അൽ ലൈലി രാത്രി സമയങ്ങളിൽ, ആനാ അൽ ലൈലി രാത്രി സമയങ്ങളിൽ. ആനിൻ എന്നതിൻ്റെ ബഹുവചനമാണ് ആനാ. ആനിൻ എന്നതിൻ്റെ ബഹുവചനം ആനാ എന്ന് പറഞ്ഞാൽ സമയങ്ങൾ. വക്ത്, നമ്മൾ വക്ത് ഔക്കാത്തെന്ന് പറയില്ലേ, വക്ത് ഔക്കാത്ത് പറയാം, സമയം, അതിനാണ് ആനാ പറയാം. ആനിൻ, ആനിൻ വാഹിദ് ഒരേ സമയം, ഒരു സമയം എന്നൊക്കെ പറയും. ആനിൻ സമയമാണ്. ആനിൻ്റെ ബഹുവചനാണെന്ത്? ആനാ സമയങ്ങൾ. ആനാ അൽ ലൈലി രാത്രി സമയങ്ങളിൽ ഭക്തി കാണിക്കുന്ന ഒരുവനാണോ, അതല്ല നേരത്തെ ആയത്ത് പറഞ്ഞ, നേരെ മുന്നിലായത്തിൽ എന്താ പറഞ്ഞത്? ആവശ്യം ദുരിതം വരുമ്പോൾ മാത്രം അള്ളാഹുവോട് പറഞ്ഞത് കഴിഞ്ഞാൽ പിന്നെ മറന്നു തോന്നിയ പോലെ ജീവിക്കുന്ന ഒരുവനാണോ ഉത്തമൻ എന്നാണ് ഈ ചോദിക്കുന്നത്. ആരാണ് ഏറ്റവും ഹൈറുള്ളവൻ എന്നാണ് ഈ ചോദ്യം. അപ്പോൾ ഭക്തി കാണിക്കും രാത്രിയിൽ. എങ്ങനെ ഭക്തി കാണിക്കുക? ഭക്തി കാണിക്കുക മാത്രമല്ല, എങ്ങനെയാണ്? സാജിദൻ സുജൂദ് ചെയ്യുന്നവനായി, വഖായിമൻ ഖിയാമിൽ നിൽക്കുന്നവനായി. സുജൂദ് ചെയ്തുകൊണ്ടും ഖിയാമിൽ നിന്നുകൊണ്ടും രാത്രി സമയങ്ങളിൽ ഭക്തി കാണിക്കുന്ന യാതൊരുവനാണോ. എന്താ ഈ ഭക്തി കാണിക്കുക? ഇങ്ങനെ ചെയ്യാൻ എന്താ കാരണം? യഹ്ദറു അവൻ ഭയപ്പെടുന്നു. യഹ്ദറു, ഹദറ യഹ്ദറു ജാഗ്രത കാണിക്കുക, ഭയപ്പെടുക എന്നൊക്കെയാണ്. ഹദറ യഹ്ദറു അവൻ ഭയപ്പെടുന്നു, അൽ ആഖിറത്ത എന്തിനെ? പരലോകത്തിന്. വയർജു അവൻ പ്രതീക്ഷിക്കുന്നു, വയർജു അവൻ പ്രതീക്ഷിക്കുന്നു റഹ്മത്ത് റബ്ബിഹി തൻ്റെ റബ്ബിൻ്റെ കാരുണ്യത്തെ, തൻ്റെ റബ്ബിൻ്റെ കാരുണ്യത്തെ പ്രതീക്ഷിക്കുകയും പരലോകത്തെ ഭയപ്പെടുകയും ചെയ്ത് രാത്രി സമയങ്ങളിൽ ഖിയാമിലും സുജൂദിലുമായി ഭക്തി കാണിക്കുന്ന ഒരുവനും, അതല്ല ചില സമയത്ത് മാത്രം റബ്ബിനോട് കാര്യങ്ങൾ പറഞ്ഞ് ബാക്കിയുള്ള സമയത്ത് തോന്നിയ പോലെ ജീവിക്കുന്ന ഒരുവനും സമമാണോ, ഒരുപോലെയാണോ എന്ന് മനസ്സിലായി പറഞ്ഞേ. അപ്പോൾ ഇതിന്ന് പഠിക്കേണ്ട ഒരു പാഠം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പം റമദാൻ കഴിഞ്ഞു, തറാവി നിസ്കരിച്ചു, അവസാനത്തെ പത്തിൽ ഖിയാമുൽ ലൈൽ നിസ്കരിച്ചു, ഇതോട് കൂടിയിട്ട് തീർന്നോ? അതോടുകൂടി രാത്രി നിസ്കാരം തീർന്നോ? ഇല്ല, തുടരണം. അപ്പം പിന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്താ അറിയോ, ഇന്നിപ്പോൾ ഈ ആയത്ത് പഠിച്ച് നിങ്ങൾ പോകുമ്പോൾ ഒരു പ്രതിജ്ഞ മനസ്സിലെടുത്തിട്ട് വേണം പോകാൻ. രാത്രി നിസ്കാരം അത് ശീലമാക്കും എന്ന് പ്രതിജ്ഞ എടുത്തിട്ട് വേണം പോകാൻ. കാരണം എന്താ അറിയോ, രാത്രി നിസ്കാരം നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിൻ്റെ ഒരു ഹിമായത്ത് എപ്പോഴും നമുക്ക് ചുറ്റുണ്ടാവും. അള്ളാഹുവിൻ്റെ ഒരു സംരക്ഷണ വലയം, അതാണ് ഹിമായത്ത്. അള്ളാഹുവിൻ്റെ ഒരു സംരക്ഷണ വലയം എപ്പോഴും നമുക്ക് ചുറ്റുണ്ടാവും. അത്
ഒരാൾക്കും തരാൻ കഴിയാത്ത ഒരു സംരക്ഷണ വലയാണ്. അപ്പോൾ അതുകൊണ്ട് നിസ്കരിക്കാത്ത ആരൊക്കെ ഇപ്പോൾ നിസ്കരിക്കലുണ്ടെന്ന് ഞാൻ ചോദിക്കാൻ പാടില്ല. കാരണം അത് വളരെ ഏറ്റവും സ്വകാര്യമായൊരു ഇബാദത്താണ്. അപ്പോൾ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങളെല്ലാവരും ചെയ്യുന്ന ആൾക്കാരാണെന്ന് ഞാൻ വിശ്വസിക്കട്ടെ, ഇല്ലാത്തവരുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇന്ന് നമ്മൾ ഇരിക്കുന്ന സീറ്റിൽ വെച്ച് ഒരു നിയ്യത്ത് ചെയ്യണം, ഒരു പ്രതിജ്ഞ ചെയ്യണം. കൂടുതലൊന്നും വേണ്ട. നിങ്ങൾ സുബ്ഹിക്ക് എഴുന്നേൽക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പ് എഴുന്നേറ്റാൽ മതി. തുടങ്ങാൻ ശീലിക്കാം. സുബ്ഹിക്ക് എഴുന്നേൽക്കുന്നതിൻ്റെ ഒരു 5 മണിക്ക് നമ്മൾ പിന്നെ 4:45 അല്ലെങ്കിൽ 4:50 സുബ്ഹി എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ സാധാരണ 4 ബാങ്ക് കൊടുക്കുന്ന സമയത്ത് നമ്മൾ അലാറം വെച്ച് എഴുന്നേൽക്കുന്നതിന് പകരം ഒരു അരമണിക്കൂർ മുമ്പ് അലാറം വെച്ച് എഴുന്നേൽക്കുക. എന്നിട്ട് നേരെ സമയം കളയണ്ട, വേഗം എഴുന്നേറ്റ് ബാത്റൂമിൽ പോയി വുളു ചെയ്ത് വന്ന് ഒരു 3 റക്അത്ത് കൂടുതലൊന്നും വേണ്ട. തുടക്കം എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടത്, തുടക്കങ്ങൾ പിന്നെ സബ്ബീസ്മ ഊതിയാൽ മതി. ഒന്നാമത്തേൽ സബ്ബീസ്മയും, രണ്ടാമത്തേതിൽ പിന്നെ കുല്യാൽ കാഫിറൂൻ ഊതുക, സലാം വീട്ടുക. മൂന്നാമത്തേൽ ഫാത്തിഹയും കുലോദി ഊതുക. അങ്ങനെ തുടങ്ങി ഏറ്റവും ചെറിയ രൂപത്തിൽ തുടങ്ങുക. എന്നിട്ട് പിന്നെ അപ്പം അത് ശീലമായി മാറുമ്പം പിന്നെ കുറേശ്ശെ ഇങ്ങനെ കൂട്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ അരമണിക്കൂർ മുമ്പുള്ളത് 1 മണിക്കൂർ മുമ്പ് നീക്കാം. അപ്പം എന്ത് ചെയ്യാൻ പറ്റും, ഈ 3 നിങ്ങൾക്ക് 7 ആക്കാം, 9 ആക്കാം, എത്ര വരെ പോകാം, 11 വരെ പോകാം. അപ്പം നിങ്ങൾക്ക് പഠിച്ച സൂറത്തുകളൊക്കെ ഓതാം. ഇനി വേണമെങ്കിൽ കൂടുതൽ സമയം നിന്ന് നിസ്കരിക്കണം തന്നെ ഖുർആൻ മറിച്ച് നോക്കിയിട്ട്, ഖുർആൻ കയ്യിൽ പിടിച്ചിട്ട് മറിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ഓതാം. മൊബൈൽ എടുക്കരുത്, ഖുർആൻ മുസാഫ് എടുക്കുക. മുസാഫ് എടുത്തിട്ട് മറിച്ച് നോക്കിയിട്ട്, കാരണം മൊബൈൽ ചിലപ്പോൾ അതിൽ വേറെ പാട്ടൊക്കെ വരാൻ സമയത്ത് മനസ്സിലായില്ലേ. അപ്പം മൊബൈൽ വേണ്ട, എന്ത് ചെയ്യുക, ഖുർആൻ എടുത്തിട്ട് ഖുർആൻ്റെ കോപ്പി മറിച്ച് നോക്കിയിട്ട് അതിൽ നോക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓതാം. അങ്ങനെ നിസ്കാരം തുടങ്ങാം. അത് പിന്നെ ഇനി അള്ളാഹു അടുത്ത് ചോദിക്കാൻ പോണ ചോദ്യം അപ്പോൾ അതിൻ്റെ ബാക്കി ഇപ്പോൾ നമ്മൾ എടുക്കണില്ല. അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ ഈ പിന്നെ നമ്മളും ഈ വരുന്ന നിങ്ങളും വരാത്ത മറ്റുള്ളവർ ഒരുപോലെയല്ല കേട്ടോ. അതാണ് ഇനി അടുത്ത് അതിൻ്റെ ബാക്കി. അതാണ് ഈ ഇൽമ് കിട്ടിയവരും ഈ ഇൽമ് കിട്ടാത്തവരും ഒരുപോലെയാണോ എന്നാണ് ചോദിക്കണത്. ഏത് ഇൽമ്? അതിൻ്റെ ബാക്കി എന്താണ്? കുൽ ഹൽ യസ്തവി ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂന. കണ്ടാ, അതിൻ്റെ ബാക്കി അതാണ്. ഈ ഇൽമ് കിട്ടിയവരും ഇൽമ് കിട്ടാത്തവരും ഒരുപോലെയാണോന്ന് അല്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് വേണം, നമ്മൾ ഈ ക്ലാസ്സിന് വരുന്നവരും വരാത്തവരും തമ്മിലുള്ള വ്യത്യാസം ഏത് കാര്യത്തിലായിരിക്കണം? രാത്രി നിസ്കാരത്തിൻ്റെ കാര്യത്തിലായിരിക്കണം. അപ്പോൾ എല്ലാവരും ഒന്ന് നിയ്യത്ത് വെക്കുക. നിയ്യത്ത് വെച്ചിട്ട് നാളെ മുതൽ എന്തായാലും ഒരു വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ലല്ലോ. പിന്നെ നിങ്ങൾക്ക് എന്താ പറയുക, അതിൻ്റെ ഒരു സുഖം അനുഭവിച്ച് തുടങ്ങും. ആ നമസ്കാരം ശീലിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സുഖം നിങ്ങൾക്ക് കിട്ടിത്തുടങ്ങും. അത് ഒരിക്കലും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സുഖമായിരിക്കും ഹൃദയത്തിന് കിട്ടുക. നിസ്കരിച്ച് നോക്കിയാൽ നിങ്ങൾ തുടങ്ങി നോക്കി. ഇത് കേവലം ഒരു ഇതല്ല കേട്ടോ, വെറുതെ പറച്ചിലല്ല ഞാൻ പറഞ്ഞ വെറുതെ പറയല്ല. അത് ഒന്നുമില്ലാത്ത ഒരു പ്രത്യേകമായ ഒരു സമാധാനവും ഒരു മനസ്സിന് ഒരു വിശാലതയും ഒക്കെ നമുക്കൊരു കിട്ടുമ്പം നമ്മൾ ഇന്നവരെ അനുഭവിക്കാത്ത ഒന്നും നമ്മൾ അനുഭവിക്കും. അത് പറഞ്ഞ് അറിയിക്കാൻ പറ്റൂല. ഒരു അനുഭവം നമുക്കുണ്ടാവും. എപ്പോഴും നമുക്ക് ജീവിതത്തെ ഒരു അർദ്ധ പുഞ്ചിരിയോട് കൂടി അല്ലാതെ നമുക്ക് നേരിടാൻ പറ്റൂല. അതിനുള്ള ഒരു സൗകര്യം പടച്ചോൻ നമുക്ക് തരും. നമ്മൾ എന്ത് ചോദിച്ചാലും പടച്ചോൻ നമ്മളെ നിരാശപ്പെടുത്തൂല. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മടങ്ങും. കാരണം എന്താ, ആ സമയം അള്ളാഹു ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വന്ന് 7 ആകാശങ്ങൾക്ക് മുകളിൽ അർശിലാണ് അള്ളാഹ്. ഈ സമയത്ത്, ഈ ആനാ അൽ ലൈലി എന്ന് പറഞ്ഞ സമയത്ത് അള്ളാഹ് ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വന്നിട്ട് ചോദിക്കുകയാണ്, എൻ്റെ പ്രിയപ്പെട്ട നല്ല അടിമകളെ, നിങ്ങൾ ചോദിച്ചു കൊള്ളുക, ഞാൻ നിങ്ങൾക്ക് നൽകും. ആരുണ്ട് ചോദിക്കുന്നവർ? ആരാണ് ഈ അഭിസംബോധന എന്നറിയോ? ആ സമയത്ത് എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ആൾക്കാരോടാണ് അള്ളാൻ്റെ ചോദ്യം. അപ്പം നമ്മൾ എവിടേക്ക് എത്തി? അള്ളാഹുവിൻ്റെ കലാമ് പഠിക്കുക എന്ന് തന്നെ അള്ളാഹിൻ്റെ ഇഷ്ടത്തിനും സ്നേഹത്തിനും കാരണമായി തീരുന്ന കാര്യം. ആ ഇൽമ കിട്ടുന്നതോടുകൂടി കൂടുതൽ നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കുകയാണ്.
കൂടുതൽ അള്ളാഹുവിലേക്ക് നമ്മൾ അടുക്കുകയാണ്. അപ്പോൾ നമ്മളറിയാതെ എന്താ ഉണ്ടാവുകയെന്നറിയോ? നമ്മളറിയാതെ നമ്മളിലുള്ള തിന്മകളൊക്കെ പഠിച്ചു അങ്ങനെ എന്തെങ്കിലും ഒരു ദുസ്വഭാവം നമുക്കുണ്ടെങ്കിൽ നമ്മളറിയാതെ തന്നെ ഇങ്ങനെ മാഞ്ഞും പോവും. പഠിച്ചവൻ അതിൽ നിന്ന് ഇങ്ങനെ അകറ്റി നമ്മളെ കൊണ്ടുപോകും. നമ്മളെ കൊണ്ടുപോകും പഠിച്ചവൻ. കാരണം എന്താണ്? നമ്മൾ ആരായി മാറി? കാനിത്തായിട്ട് മാറി, ജീവിതത്തിൽ ഭക്തിയുള്ളവനായി മാറി. ഓരോ വാക്കും ഓരോ പ്രവൃത്തിയും അടക്കവും ഒതുക്കവും ഉള്ളതായിത്തീരും. എല്ലാവരും പറഞ്ഞ മാതിരി സറസറേ വർത്തമാനം പറയില്ല, വെറുതെ വർത്തമാനം പറയില്ല. നമ്മൾ ആവശ്യമുള്ള കാര്യം മാത്രമേ സംസാരിക്കുള്ളൂ. അങ്ങനെ ഒരാളെ പറ്റി നിങ്ങൾ ചിന്തിച്ചു നോക്കി. റസൂൽ പറഞ്ഞു, മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഗ്നി. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ, ഇസ്ലാമിൽ ഒരു മനുഷ്യൻ്റെ ഏറ്റവും നല്ല കാര്യം എന്താണെന്നറിയോ? മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ, ഒരു മനുഷ്യന് ഇസ്ലാം കൊണ്ട് കിട്ടുന്ന ഏറ്റവും നല്ല കാര്യം തർക്കുഹു മാ ലാ യഗ്നി, അവൻ ആവശ്യമില്ലാത്ത കാര്യം ഉപേക്ഷിക്കലാണ്. തർക്കുഹു മാ ലാ യഗ്നി. അപ്പം നമ്മൾ ആവശ്യമുള്ള കാര്യത്തിൽ മാത്രമേ എന്തേ ഉള്ളൂ? സംസാരിക്കുള്ളൂ, ഇടപഴകുള്ളൂ. നമ്മുടെ സംസാരവും നമ്മൾ ഇതൊക്കെ എല്ലാം മാറും. എല്ലാത്തിലും നമുക്ക് ഈ അടക്കവും ഒതുക്കവും വരും, പ്രവർത്തനങ്ങളിൽ വരും, ഒക്കെ വരും. അതാണ് അല്ലാഹു അമ്മൻ ഹുവ ഖാനിത്തുൻ ആനാ അൽ-ലൈലി സാജിദൻ വ ഖായിമൻ യഹ്ദറുൽ ആഖിറത വ യർജു റഹ്മത റബ്ബിഹി എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം അതാണ്. അപ്പോൾ ഇത് ആയത്തെഴുതിക്കോളൂ. അമ്മൻ, അം പ്ലസ് മൻ. ആനിൻ, ആനിൻ ബഹുവചനം, ജമ്മാണ് ആനാഗ്, സമയങ്ങൾ. സമയങ്ങൾ ഖാനിത്ത്. പിന്നെ സജദ, സജദയിൽ നിന്നാണ് സാജിദ്. സജദൻ്റെ ഇസ്മുഫായിലാണ് സാജിദ്. സജദ സുജൂദ് ചെയ്തു, സാജിദ് സുജൂദ് ചെയ്യുന്നവൻ. ഖാനിത്ത് ഭക്തിയുള്ളവൻ, ഭക്തൻ. കനത്ത, കനത്ത ഖാനിത്താണ്. സജദ സാജിദ്, സുജൂദ് ചെയ്തു. സാജിദ് സുജൂദ് ചെയ്യുന്നവൻ. ഖാമ യഖൂമു, ഖാമ നിന്നു, ഖായിമ് നിൽക്കുന്നവൻ. ഖാമ നിന്നു, ഖായിമ് നിൽക്കുന്നവൻ. ഹദറ, ഹദറ യഹ്ദറു എന്ന് പറഞ്ഞാൽ ഭയപ്പെട്ടു എന്നർത്ഥം. ഭയപ്പെട്ടു എന്ന് മാത്രമല്ല, ആ വാക്ക് ഉപയോഗിക്കുന്നത് സാധാരണഗതിയിൽ പിന്നെ ജാഗ്രത കാണിക്കുക, അതീവ ശ്രദ്ധ കാണിക്കുക, അതിനാണ്. യർജു എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കുക, റജാ യർജു പ്രതീക്ഷിക്കുക. അം പ്ലസ് മൻ, അതാ അം പ്ലസ്, അങ്ങനെ തന്നെ എഴുതിക്കോളൂ. യാതൊരുവനാണോ,
ഹെദറ യഹ്ദറും ജാഗ്രത കാണിക്കുക, ഭയപ്പെടുക എന്നൊക്കെയാണ് ഹെദറ യഹ്ദറും. അപ്പോൾ ഒരുമിച്ച് അർത്ഥം ചെയ്തിക്കോളൂ. അം പ്ലസ് മൻ. എന്ന് പറഞ്ഞാൽ അതല്ല, മൻ യാതൊരുവൻ. അമ്മൻ എന്ന് പറയുമ്പോൾ അതല്ല യാതൊരുവൻ ആണോ എന്നർത്ഥം കിട്ടണം. അപ്പോൾ ഒരുമിച്ച് അർത്ഥം ചെയ്ത അതല്ല പരലോകത്തെ പറ്റി ജാഗ്രത പുലർത്തുകയും തൻ്റെ രക്ഷിതാവിൻ്റെ കാരുണ്യം ആഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് സാഷ്ടാംഗം ചെയ്തും നിന്ന് പ്രാർത്ഥിച്ചും രാത്രി സമയങ്ങളിൽ ഭക്തി കാണിക്കുന്നവനാണോ അതല്ല നിഷേധിയായി നന്ദികേട് കാണിക്കുന്നവനാണോ ഉത്തമൻ. അത് ബ്രാക്കറ്റിൽ കൊടുക്കട്ടോ. അവസാനം ഇത് അതല്ല എന്നുള്ള അവിടെ മുതൽ ഉത്തമൻ വരെ, അവസാനം നമ്മൾ ഇത് അതല്ല മുതൽ ഉത്തമൻ വരെ ബ്രാക്കറ്റിൽ കൊടുക്കാം. അതെങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ അത് അറബി ഭാഷയിൽ ഈ മുക്കാറനയുടെ വാക്ക് വരുമ്പോൾ കിട്ടുന്ന അർത്ഥമാണ് അങ്ങനെ കേട്ടോ. അമ്മൻ എന്ന് തുടങ്ങുമ്പോൾ അതല്ല ഇവനാണോ ഉത്തമൻ, അതൊരു പ്രയോഗമാണ്. ഇനി ഈ ആയത്തിൻ്റെ ഷറഹായിട്ട് വന്നിട്ടുള്ള 1-2 ആയത്തുകൾ പരിശോധിക്കണം. ഒന്ന് ആലി ഇമ്രാനിലെ 113 മറിക്കുക. ആലി ഇമ്രാനിലെ 113 എഴുതിയിട്ട് മറിക്കുക. ആലി ഇമ്രാനിലെ ആലി ഇമ്രാൻ 3 സൂറത്ത് 3 113 ആയത്ത്. ആ 113.
കണ്ടില്ലേ? 113 കണ്ട? എല്ലാവരും കണ്ട? 113 നോക്കാം. ലൈസൂ സവാഅം മിൻ അഹ്ലിൽ കിതാബി ഉമ്മത്തുൻ ഖായിമത്തുൻ യത്ലൂന ആയാത്തില്ലാഹി ആനാ അൽ-ലൈലി വഹും യസ്ജുദൂൻ. കണ്ടില്ലേ? ലൈസൂ സവാഅൻ, അവരെല്ലാവരും ഒരേപോലെ അല്ല. ലൈസൂ സവാഅൻ, എല്ലാവരും ഒരേപോലെ അല്ല. ഈ ആയത്തിൻ്റെ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബന്ധമുള്ള ആയത്തുകളാണ്. എല്ലാവരും ഒരേപോലെ. അതാണ് ഈ അമ്മൻ ഹുവ ചോദിച്ചത്, ഒരേപോലെയാണോ ചോദിച്ചത്. ലൈസു സവാഅൻ എന്നാൽ മിൻ അഹ്ലിൽ കിതാബി, വേദഗ്രന്ഥക്കാരിൽ തന്നെ ഉണ്ട് ഒരു വിഭാഗം, ഒരു സമൂഹം. എല്ലാവരും എന്തല്ല, ഒരേപോലെ അല്ല. യത്തുലു ഖായിമത്തുൻ, അവർ നിൽക്കുന്നവരാണ്. ഖായിമത്തുൻ, അതാണ് ഖിയാം എന്ന് പറഞ്ഞത്. ഖായിമ പറഞ്ഞത്, ഖായിമ കണ്ടില്ലേ? ഖായിമത്ത്. യത്തുലൂന, അവർ ഓതും. ആയാത്തില്ലാഹി, അള്ളാൻ്റെ വചനങ്ങൾ ഓതും. ആനാ അൽ ലൈലി, എന്തർത്ഥം? നിങ്ങൾ പറയ്. ആനാ അൽ ലൈലി, രാത്രി സമയങ്ങളിൽ. എങ്ങനെ? വഹും യസ്ജുദൂൻ, അവർ സുജൂദിൽ അഥവാ നമസ്കാരത്തിൽ ഏർപ്പെട്ടവരായിക്കൊണ്ട്. കണ്ട? നമസ്കാരത്തിൽ ഇവിടെ സാജിദ് എന്ന് പറഞ്ഞാൽ സുജൂദ് എന്ന് പറഞ്ഞാൽ സുജൂദിൽ കിടക്കാതെ മാത്രമല്ല, ഖിയാമ്, സുജൂദ്, റുക്കു എന്നൊക്കെ പറഞ്ഞാൽ എന്തിൻ്റെ പര്യായമാണ്? നിസ്കാരം എന്നുള്ളതിന് പര്യായമാണ്. അപ്പോൾ രാത്രിയിൽ നിസ്കരിക്കുന്നവരായിക്കൊണ്ട് അവരെന്ത് ചെയ്യും? റബ്ബിൻ്റെ വചനങ്ങൾ ഓതിക്കൊണ്ട് നിസ്കരിക്കുന്ന ആളുകളും അവരുടെ കൂട്ടത്തിലുണ്ട്. അവരും മറ്റവരൊക്കെ ഒരേപോലെ ആണോ? അല്ല, വ്യത്യാസം എന്നർത്ഥം. ഇപ്പോൾ വേദഗ്രന്ഥക്കാരുടെ കൂടെ, വേദഗ്രന്ഥക്കാരെന്ന് പറഞ്ഞാൽ ആരാ? നമ്മളതിൽ പെടൂലേ? നമുക്ക് ഗ്രന്ഥമില്ലേ? നമ്മൾ വേദഗ്രന്ഥക്കാരല്ലേ? അല്ല, നമ്മൾ എന്തിൻ്റെ ആൾക്കാരാ? ഇത് വേദഗ്രന്ഥമല്ലേ? അഹ്ലു കിതാബ് എന്ന് പറഞ്ഞാൽ വേദഗ്രന്ഥത്തിൽ നൽകപ്പെട്ടവർക്ക് അഹ്ലു കിതാബ് തന്നെയല്ലേ? ജൂതന്മാരും ക്രിസ്ത്യാനികളും മുൻ വേദഗ്രന്ഥക്കാരാണ്. നമ്മളും വേദം നൽകപ്പെട്ട ആൾക്കാരനല്ലേ? കിതാബില്ലേ? ഇല്ലേ? റസൂലിനെ പറ്റി എന്താ പറഞ്ഞത്? ഹുവല്ലദീ, റസൂലിനെ പറ്റി എന്താ പറഞ്ഞത്? നമ്മൾ സാധാരണ ഊതനായത്തില്ലേ? അള്ളാഹു സൂറത്ത് ജുമായിൽ നമ്മൾ ഊതനായത്ത് എന്താണ്? ഹുവല്ലദീ ബഅസഫിൽ ഉമ്മയ്യീന റസൂലൻ മിൻകും യത്ലു. യത്ലു കണ്ട? യത്ലുൻ എന്താണ്? ഈ യത്ലൂൻ തന്നെയാണ്, കിതാബല്ലേ? അല്ലേ? യുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ, കിതാബ് പഠിപ്പിക്കുകയാണ്. വൈസക്കീഹിം, അപ്പം കിതാബുണ്ട്. അപ്പം കിതാബ് നൽകപ്പെട്ട എല്ലാവരും എന്തല്ല, ഒരേപോലെ. ജൂതന്മാരും ക്രിസ്ത്യാനികൾക്ക് അതിൽ പെടും, അവരവിടെ നിന്നോട്ടെ. ജൂതന്മാരും ക്രിസ്ത്യാനികളും ഏതാനും ഖുർആൻ ഓതിയിട്ട് നിസ്കരിക്കൂലല്ലോ, ഉറപ്പല്ലേ? ജൂതന്മാരും ക്രിസ്ത്യാനികളും എന്ത് ഖുർആൻ ഓതി നിസ്കരിക്കുമോ? ഇല്ല. അപ്പം അവരുടെ കൂട്ടത്തിലും അവർക്ക് നൽകപ്പെട്ട വേദഗ്രന്ഥം ഉപയോഗിച്ച് നിസ്കാരവും നോമ്പൊക്കെ നിർവഹിച്ചിരുന്ന ആളുകൾ ഓരോ കൂട്ടത്തിലുണ്ട്. അത് ചെയ്യാത്ത അവരും അത് ചെയ്ത ഓരോ ഒരേപോലെയാണോ? ആണോ? അല്ല. ഇതേപോലെ ഖുർആൻ എന്ന വേദഗ്രന്ഥത്തിൽപ്പെട്ട വേദഗ്രന്ഥത്തിന് അവകാശികളായ നമ്മളും അതിൽ ഈ സുജൂദ് റുക്കുവൊക്കെ രാത്രി നിർവഹിച്ച് നിസ്കരിക്കുന്ന ആൾക്കാരും അതല്ല ഈ ഗ്രന്ഥത്തിൻ്റെ ആൾക്കാരെന്ന് പറയുന്ന മറ്റേ ആൾക്കാരും തമ്മിൽ ഒരേപോലെയാണോ? അല്ല. അതാണ് പറഞ്ഞത്, വ്യത്യാസമുണ്ട്. അപ്പോൾ ആ ഒരു വ്യത്യാസം നമുക്ക് വേണം, ഒരുപോലെയല്ല. മനസ്സിലായില്ലേ പറഞ്ഞത്? അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, ഒരു പ്രതിജ്ഞ നമ്മൾ എടുക്കണമെന്ന് പറഞ്ഞത്. നമ്മൾ ഖുർആൻ പഠിക്കുന്നു, അർത്ഥങ്ങൾ പഠിക്കുന്നു, ആയത്തുകൾ പഠിക്കുന്നു, ഒക്കെ ചെയ്യുന്നു. അതിൻ്റെ കൂടെ ഞാൻ ആദ്യം ഏതാനും ക്ലാസ്സുകളിൽ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, മറന്നിട്ടുണ്ടാവില്ല വിചാരിക്കാം. കുറേശ്ശെ ഇങ്ങനെ നമ്മളെ ജീവിതത്തിൽ നമ്മളറിയാതെ മാറ്റങ്ങൾ വരുമെന്ന് പറയാനുള്ള കാരണം ഓരോന്നിങ്ങനെ ഓരോ വിഷയങ്ങൾ ഇങ്ങനെ വരികയാണ്. ഇപ്പം ഈ വിഷയത്തിലെത്തി നമ്മൾ. അമ്മൻ ഹുവ ഖാനിത്തു നാനാ അല്ലയിൽ സാജിദ മക്കായും. അപ്പോൾ ഇനി നിർബന്ധമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ രാത്രി നിസ്കാരം നിസ്കരിക്കുന്ന ആൾക്കാരായിട്ട് മാറുക. കൂടുതൽ ഇടങ്ങാറൊന്നുമില്ല, അതുകൊണ്ട് ഉറക്കം പോവുകയോ അല്ലെങ്കിൽ ഇടങ്ങാറൊന്നുമില്ല, ഒന്നും ഉണ്ടാവില്ല. ആ സമയം നമ്മൾ ഏതായിരുന്നു എഴുന്നേൽക്കുന്നതിൻ്റെ അരമണിക്കൂർ മുമ്പ് എഴുന്നേൽക്കാന്ന് മാത്രമേ ഉള്ളൂ. ശരി, ഇനി അടുത്തത്
20:130. ത്വാഹ 20:130. അവിടെ അമർക്കി ഒരു മിനിറ്റ് അമർക്കി അതിൻ്റെ ബാക്കി നോക്കി. ഈ ആയത്തിൻ്റെ ബാക്കി വിഷയമായിട്ട് ബന്ധമുണ്ട്, അതുകൊണ്ടാണ് ഈ ആയത്തിൻ്റെ ബാക്കി തന്നെ, ആലിമ്രാൻ്റെ ബാക്കി തന്നെ. യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ വയസാരിഊന ഫിൽ ഖൈറാത്ത് ഉലൈക മിനസ് സാലിഹീൻ. കണ്ടാ, യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അള്ളാഹുവിലും അന്ത്യദിനത്തിലും ശരിക്കും വിശ്വാസമുണ്ട്. യഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന എന്താ യഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ എന്ന് പറഞ്ഞാൽ നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക ദഅവത്താണ്. ദഅവാരംഗത്ത് എന്ത് ചെയ്യുക, നിലനിൽക്കണം. അത് അങ്ങനെ നമ്മളെ കച്ചവടം നമ്മളെ ബിസിനസ്സും മാത്രം നോക്കിയാൽ പോരാ. ഇസ്ലാമിൻ്റെ ദഅവാരംഗത്ത് നമ്മൾ കുറച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, പരിശ്രമം നടത്തണം. നമ്മളിങ്ങനെ ശരിക്കും അർഹത ഇല്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും ചെയ്യൽ. ഇപ്പോൾ നമ്മളെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഓരോ ക്ലിപ്പുകൾ ഇങ്ങനെ വരികയാണ്. നമ്മളിങ്ങനെ എന്താണ് റബ്ബേ ലോകത്തിൻ്റെ അവസ്ഥ. വഉശ്രിബു ഫീ ഖുലൂബിഹിമുൽ ഇജ്ലാന്ന് ഖുർആനിലൊരു ആയത്തുണ്ട്. വഉശ്രിബു ഫീ ഖുലൂബിഹിം അവരുടെ ഹൃദയത്തിൽ കുടിപ്പിക്കപ്പെട്ടിരിക്കുന്നു അൽ ഇജ്ല, പശു. അവരുടെ ഹൃദയത്തിൽ പശു കുടിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു ഖുർആനിൽ. ആ ഒരവസ്ഥ നമ്മളെ നാട്ടിലൊക്കെ കാണണ്ടല്ലോ. ഇപ്പോൾ പണ്ടൊരു പശുവുമായി അൽബക്കറ അറിയില്ല, സൂറത്ത് അൽബക്കറ സൂറത്തിൽ ആ പശു ബനി ഇസ്രായേലിൽ ഒരു പശുവിനെ പറ്റി പറയുന്നത്. ശേഷം ഒരു മൂസാ നബിൻ്റെ കൗം ഒരു പശു കൂടെ ഉണ്ടാക്കിയതിനെ പറ്റി പറയുന്നുണ്ട്. അവസാനം അവർ ഒന്നായിട്ട് ഫിർഔന് മുങ്ങി മരിക്കണത് കണ്ണുകൊണ്ട് കണ്ട വിഭാഗമാണ്. അള്ളാൻ്റെ ദൃഷ്ടാന്തം ശരിക്കും കണ്ട വിഭാഗം. സമുദ്രം രണ്ട് മല പോലെ പിളർന്ന് നിന്ന് ആയിക്കോട്ടെ രക്ഷപ്പെട്ട് വന്നത് കണ്ട മൂസാ നബി അടിക്കണത് കണ്ട് സമുദ്രം പിളരണൊക്കെ കണ്ട ആ സമൂഹമാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എന്തായത്, പശു കൂടെ ഉണ്ടാക്കിയത്. അള്ളാഹ് പറഞ്ഞു. അപ്പോൾ അവരുടെ ആ ഒരു മനക്കട്ടിയെ പറ്റി അള്ളാഹ് പറഞ്ഞു, എന്ത് അധർമ്മവും ചെയ്യാൻ അവർക്കൊരു മടിയില്ല, എന്ത് തെറ്റ് ചെയ്യാനും മടിയില്ല. അതിന് അള്ളാഹ് പറഞ്ഞ വാക്കാണ് അവരുടെ ഹൃദയത്തിൽ പശു കുടിപ്പിക്കപ്പെട്ടു എന്ന്. ആ ഒരു അവസ്ഥ ഇന്ന് നമ്മൾ കാണുന്നുണ്ട്. എന്ത് ചെയ്യാനും എന്തില്ല, അടിച്ചങ്ങോട്ട് കൊല്ലുകയാണ് അല്ലേ. ഇപ്പോൾ ഒരു ഖുർആൻ ഹാഫിദിനെ കൊന്നില്ലേ, ഖുർആൻ ഹാഫിദാക്കിയ ഖുർആൻ മനപ്പാടമാക്കിയ ഒരു കുട്ടി അല്ലേ, ആ ഒരു വാപ്പാനും ഉമ്മാനും സന്തോഷത്തിൽ എനിക്ക് പെരുന്നാൾ ഡ്രസ്സ് വാങ്ങാൻ വേണ്ടിയിട്ട് പൈസ കൊടുത്ത് വിട്ടതാ. പെരുന്നാൾ ഡ്രസ്സ് വാങ്ങാൻ വേണ്ടിയിട്ട് പെരുന്നാൾ പുടവ പുത്തൻ പുടവ വാങ്ങാൻ വേണ്ടി പോയി കുട്ടി കഫൻ പുടവേ കിട്ടിയത് അല്ലേ, തച്ചാണ്ട് കൊന്നുക. അപ്പോൾ എത്രയാണ് നമ്മളിങ്ങനെ കാണുന്നത്. ഞാനിത് അത് പറയാൻ വേണ്ടിയിട്ടല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. ഇതൊക്കെ നമ്മളിങ്ങനെ വിടുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു സംഗതി ഉണ്ട്. എന്താ അറിയോ, നമ്മളിങ്ങനെ കൈകളിലൂടെ ഇതിങ്ങനെ വിടുമ്പോൾ നമുക്കിത് വിടാൻ വല്ല അർഹത ഉണ്ടോയെന്ന് ആലോചിക്കണം. എന്താ അർഹത? നമ്മളെന്താ ചെയ്യേണ്ടത്? നമുക്ക് ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ പരിഹാരം ഉണ്ടാകും നമ്മൾ ഒറിജിനൽ മുസ്ലിമീങ്ങളായാൽ. അള്ളാഹിൻ്റെ സഹായം ഉണ്ടാവും ഒറിജിനൽ മുസ്ലിമീങ്ങളാകാൻ. ഇസ്ലാമിൻ്റെ സുന്ദരമായ ആശയത്തെ പ്രബോധനം ചെയ്യാൻ നമ്മൾ ഒരു പണിയെടുക്കാതെ കേട്ടോ, ഇസ്ലാമിൻ്റെ ആശയത്തെ ആദർശത്തെ പ്രബോധനം ചെയ്യാനുള്ള ഒരു പരിശ്രമവും നമ്മൾ നടത്താതെ ഈ ഒരു മുതലക്കണ്ണീർ ഒലിപ്പിക്കുന്നതിൽ എന്ത് അർത്ഥമുള്ളത്? ഇസ്ലാമിനോടും മുസ്ലിമീങ്ങളോടും ഏതോ ഒരു മനുഷ്യനെ നിങ്ങൾ ആലോചിച്ചൊക്കെ, ഏതോ ഒരു മനുഷ്യനെ നമുക്ക് യാതൊരു ബന്ധമില്ല, അറിയില്ല, കുടുംബ ബന്ധമില്ല, നമുക്ക് രക്തബന്ധമില്ല, നമുക്കൊരു പരിചയമില്ല, ഒന്നുമില്ലാതെ ഏതോ ഒരു സംസ്ഥാനത്തുള്ള ഏതോ ഒരു മനുഷ്യൻ്റെ ഒരു കുട്ടീനെ ആക്രമിച്ചപ്പോൾ നമ്മളെ മനസ്സ് വേദനിച്ചത് എന്തുകൊണ്ടാണ് വേദനിച്ചത്? മുസ്ലിം അല്ലേ, മുസ്ലിം ഇസ്ലാം, അതാണ് ആ ബന്ധം. ഇസ്ലാമാണ് ബന്ധം. ആ ഇസ്ലാമിനോട് കൂറ് കാണിക്കണ്ടേ? മുസ്ലിമിനോട് കൂറ് കാണിക്കാണോ വേണ്ടത്? ഇസ്ലാമിനോട് കൂറ് കാണിക്കാൻ വേണ്ടത്? എന്താ വേണ്ടത്? ഇവിടെയാണ് പ്രശ്നം. നമുക്ക് വെറും എന്താണ് ഒരു മുസ്ലിം എന്ന ഒരു വ്യക്തിയോട് അല്ലല്ലോ വേണ്ടത്. ഇസ്ലാമിനോട് കൂറ് കാണിക്കാത്ത നമ്മൾക്ക് ഒരു മുസ്ലിമിനോട് കൂറ് കാണിക്കാൻ, മുസ്ലിമിൻ്റെ വേദനയിൽ വേദനിക്കാൻ എന്തർഹതയുള്ളത്? നമ്മളെന്താ ഇസ്ലാമിനോട് കൂറ് കാണിക്കൽ? എങ്ങനെ ഇസ്ലാമിനോട് കൂറ് കാണിക്കൽ? ഇത് പ്രബോധനം ചെയ്യണ്ടേ, ജനങ്ങൾക്ക് ഇത് എത്തിച്ചു കൊടുക്കണ്ടേ?
ഇസ്ലാമിൻ്റെ ആശയത്തെ, സുന്ദരമായ ആശയത്തെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ഒരു പണി നമ്മൾ എടുക്കാതെ ഇന്നേ വരെ നമ്മൾ അങ്ങനത്തെ ഒരു ക്ലിപ്പ് നമ്മൾ അയച്ചു കൊടുത്തിട്ടില്ല ആർക്കും. ഇതിങ്ങനെ നമ്മൾ വിടുകയാണ്. ഇങ്ങനെ വേദനിക്കുന്നതിന് എന്താ അർത്ഥമുള്ളത്? ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത് അതറിയണ്ടേ? അപ്പം അതാണ് യഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ എന്ന് പറഞ്ഞത്. നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം. വയുസാരിഊന ഫിൽ ഖൈറാത്തി, നന്മകളിൽ മത്സരിച്ച് മുന്നേറുക. അത് റമദാനിലൊക്കെ നമ്മൾ കണ്ടത്, മത്സരിച്ച് മുന്നേറുക. ഉലൈക മിനസ് സ്വാലിഹീൻ, അവരാണ് ആര്? സ്വാലിഹീങ്ങൾ അവരാണ്. വമാ യഫ്അലു മിൻ ഖൈരി വല യുക്ഫറുഹു, നിങ്ങൾ എന്തൊരു ഖൈർ ചെയ്താലും അതൊരിക്കലും നിങ്ങൾക്ക് എത്ര ചെറിയ നന്മയാണെങ്കിലും അതൊരിക്കലും നിഷേധിക്കപ്പെടില്ല. അതാണ് ആയത്തിൻ്റെ അർത്ഥം. നിങ്ങൾ എന്ത് നന്മ ചെയ്താലും, ഏത് ഖൈറായ കാര്യങ്ങൾ ചെയ്താലും ഒരിക്കലും അതെന്താവില്ല, നിങ്ങൾക്ക് നിഷേധിക്കപ്പെടില്ല. അല്ലാഹു അലീമുൻ ബിൽ മുത്തഖീൻ, അള്ളാഹു മുത്തഖീങ്ങളെ സംബന്ധിച്ച് നന്നായി അറിയും. ആരാണ് തഖ്വയുള്ളവനെന്ന് അള്ളാഹ്ക്ക് നന്നായി അറിയാം. ഇനി ബാക്കി അതാണ് നമ്മൾ നേരത്തെ അസ്ഹാബുന്നാർ, അതുകൊണ്ടാണ് ഞാൻ അതൊന്ന് നോക്കാൻ പറഞ്ഞത്. അസ്ഹാബുന്നാർ അടുത്ത ആയത്ത് നോക്കി. ഇന്നൽ ലദീന കഫറു ലൻ തുഗ്നിയ അൻഹും അംവാലുഹും വല ഔലാദുഹും മിനല്ലാഹി ശൈഅ വ ഉലൈക അസ്ഹാബുന്നാർ ഹും ഫീഹാ ഖാലിദൂൻ. കണ്ടോ? സമ്പത്തും മുതലും കൊണ്ടൊന്നും യാതൊരു പ്രയോജനം അള്ളാഹിൻ്റെ വിഷയത്തിൽ കിട്ടിയില്ല, അവരാണ് നരകക്കാർ. ശരി, ഇനി അടുത്ത ആയത്ത് 20-130. 20-130. മറിയം അല്ല ത്വാഹ. കണ്ടില്ലേ? ഫസ്ബിർ അലാ മാ യഖൂലൂന വസബ്ബിഹ് ബിഹംദി റബ്ബിക ഖബ്ല തുലൂഇശ് ശംസി വഖബ്ല ഖുറൂബിഹാ വമിൻ ആനാഇൽ ലൈലി ഫസബ്ബിഹ് വഅത്റാഫൻ നഹാരി ലഅല്ലക തർലാ. പിന്നെ വലാ തമുദ്ദന്ന ഐനൈക ഇലാ മാ മത്തഅനാ ബിഹി അസ്വാജൻ മിൻഹും സഹറത്തൽ ഹയാത്തിദ് ദുനിയാ ലിനഫ്തിനഹും ഫീഹി വറിസ്ഖു റബ്ബിക ഖൈറുൻ വഅബ്ഖാ വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുഖുക വൽ ആഖിബതു ലിത്തഖ്വാ. ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട ആയത്തുകളാണ്. കണ്ടില്ലേ? ത്വാഹയിലെ ആയത്ത് ആയത്ത് കണ്ടില്ലേ? എന്താണ്? വസ്ബിർ അലാമാ യഖൂൽ, അവർ പറയുന്ന കാര്യത്തെക്കുറിച്ച് നന്നായി ക്ഷമിക്കുക. വസ്ബിർ അലാമാ യഖൂൽ, നബിനോട് പറയാം. അതായത് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളിൽ നന്നായി ക്ഷമിക്കേണ്ടി വരും. പല കാര്യങ്ങളും ക്ഷമ വേണം, മനസ്സിലായില്ലേ? പിന്നെ അത് അങ്ങനെ ഒരുപാട് പറഞ്ഞു പോകേണ്ടി വരും. വസബ്ബിഹ് ബിഹംദി റബ്ബിക ഖബ്ല തുലൂഇ ശംസി, സൂര്യോദയത്തിൻ്റെ മുമ്പായി നിന്റെ റബ്ബിനെ നീ എന്ത് ചെയ്യുക? സൂര്യോദയത്തിൻ്റെ മുമ്പായി റബ്ബിനെ സ്തുതിക്കുക, സുബഹിസ്കരിക്കാന്ന്. വ ഖബ്ല ഖുറൂബിഹ, ഉറൂബിൻ്റെ മുമ്പും. അതെന്താണ്? അസറാണ്. വമിൻ ആനാഇൽ ലൈലി ഫസബ്ബിഹി വഅത്റാഫൻ നഹാരി, പകലിൻ്റെ രണ്ടറ്റങ്ങളിലും രാത്രിയുടെ ചില സമയങ്ങളിലും നീ നിസ്കാരം നിർവഹിക്കുക. ലഅല്ലക തർലാ, നിന്നെ അവൻ തൃപ്തിപ്പെട്ടേക്കാം. മനസ്സിലായി പറഞ്ഞേ? അപ്പം എന്തൊക്കെയാണ്? ഫർള് നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞു. അതേപോലെ തന്നെ രാത്രിയുടെയും പകലിൻ്റെയും അറ്റങ്ങളിൽ ഘടിപ്പിക്കപ്പെടുന്ന നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞു. എന്നിട്ട് ആനാ അല്ലയിൽ രാത്രി നമസ്കാരം, ഫർള് നിസ്കാരം, അതിൻ്റെ കൂടെ സുന്നത്തായിട്ടുള്ള നിസ്കാരത്തെക്കുറിച്ച് കൂടി ചേർത്ത് അല്ലാഹു തആല പറഞ്ഞു. കണ്ടാ, നിനക്ക് സംതൃപ്തി വന്നേക്കാം, നിനക്ക് സംതൃപ്തി, ലഅല്ലക തർലാ, സംതൃപ്തി വന്നേക്കാം. എല്ലാ കാര്യങ്ങളിലും ഒരു തൃപ്തി. കണ്ടോ? ഇന്നത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താ അറിയോ?
എന്ത് എങ്ങനെ ഉണ്ടായാലും ഒരു മനസ്സിനൊരു സംതൃപ്തി കിട്ടാത്തൊരു പ്രശ്നം പല ആൾക്കാർക്കുണ്ട്. എത്ര ഭക്ഷണം കഴിച്ചിട്ടും ഒരു റാഹത്ത് കിട്ടണില്ല, ശരിക്കൊരു ടേസ്റ്റ്, ഒരു രുചി കിട്ടണില്ല. എങ്ങനെ സൗകര്യപ്പെടുത്തിയിട്ടും ഒരു സംതൃപ്തി ചില ആൾക്കാർക്ക് കിട്ടാത്ത പ്രശ്നമൊക്കെ ഉണ്ട്. അവിടെ പൊളിച്ച് ആ മൂല ഒന്ന് പൊളിച്ച് വേറെ ഉണ്ടാക്കി, ഇപ്പുറത്ത് വേറെ പൊളിച്ചുണ്ടാക്കി, അപ്പുറത്ത് വേറെ ഒന്ന് പൊളിച്ചുണ്ടാക്കി, അപ്പുറത്തിന് മതിലിട്ട് ഇപ്പുറത്ത് വേറെ ഒന്ന് നട്ടി, പിന്നെ അത് വീണ്ടും പൊളിച്ചു, അത് വീണ്ടും ഉണ്ടാക്കി, അല്ലേ? ഇങ്ങനെ ഒരു വണ്ടി വാങ്ങി, അത് ഒരു റാഹത്ത്, അപ്പം വിട്ട് വേറെ ഒന്ന് വാങ്ങി, അത് കുറച്ച് കഴിഞ്ഞ് പിന്നെ അതും ഒരു ഇത് വേറെ ഒന്ന് വാങ്ങി, ഇങ്ങനെ എത്ര തന്നെ ചെയ്തിട്ടും ഒരു ഡ്രസ്സ് ഇങ്ങനെ ഒരു പൂതി വെച്ചാണ് ആ ഡ്രസ്സ് വാങ്ങി അടിച്ച് പോയിട്ട് സുഖം കിട്ടിയില്ല, അതൊരു ഒരു ഇതായില്ല, അടി നന്നായില്ല, അല്ലെങ്കിൽ തുണി നന്നായില്ല, ഇങ്ങനെ ഓരോരോ വിഷയങ്ങൾ ഇതൊക്കെ കണ്ട് പോവും. ഇതിലൊന്നും ആകൂല. നമ്മൾ സാധാരണ കുട്ടികളോട് പറയും, വല്ലാതെ ഈ ഡ്രസ്സിൻ്റെ കാര്യത്തിലും ഈ മേക്കപ്പിൻ്റെ കാര്യത്തിലൊക്കെ ശ്രദ്ധ ഉണ്ടായാൽ പഠിത്താണ് ബാക്കൊക്കെ പോകും. ടീച്ചർമാർ മാഷന്മാർ കുട്ടികളോട് പറഞ്ഞൊരു കാര്യമാണ്. അതായത് ഈ ഡ്രസ്സിൻ്റെ ചില കുട്ടികൾക്ക് എന്തെങ്കിലും സ്കൂൾ യൂണിഫോം ആണെങ്കിൽ പോലും സ്കൂൾക്ക് പോകാൻ നേരത്ത് മണിക്കൂറുകളോളം 8 മണിക്ക് കുളിച്ചിട്ട് 9 മണിക്ക് 9:30 മണിക്കൊക്കെ കയറേണ്ട ഇറങ്ങുക, പാൻറ് ഇട്ടിട്ട് മതിയാവില്ല, മുടിയുണ്ട് ചീകിട്ട് മതിയാവില്ല, ഇങ്ങനെ നിന്നിട്ട് ഡ്രസ്സിലും ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പിന്നെ ഈ മേക്കപ്പിലുമൊക്കെ അതിലേക്ക് ശ്രദ്ധ പോകും, പഠനത്തിൽ പിന്നോട്ട് പോകും നമ്മൾ സാധാരണ. അപ്പം ഇതേപോലെ നമുക്ക് ഈ ഒരു വിഷയത്തിലേക്ക് വന്നാൽ ബാക്കിയൊക്കെ എന്താണെന്ന് അറിയോ? ബാക്കിയുള്ള ഭൗതിക ലോകത്തിലെ എല്ലാ അസംതൃപ്തിയും തൃപ്തിയില്ലായ്മ ഒക്കെ മാറും. അപ്പം അതെന്തുകൊണ്ടാണ്? മനസ്സ് മുഴുവൻ എവിടേക്കായി? അള്ളാഹുവിലേക്കായി. മനസ്സ് മുഴുവൻ അങ്ങോട്ടായി. ഈ റൂട്ട് തന്നെ മാറി അതിലേക്കാണ് മാറിക്കിട്ടണം. ആ റൂട്ട് നമ്മളെ മനസ്സിൻ്റെ അത് തെറ്റിപ്പോകുന്ന ആ വഴിയിൽ നിന്ന് ഈ വഴിയിലേക്ക് നമ്മൾ ആ റൂട്ടിലേക്കാണ്ട് കയറണം. നമ്മൾ ആ റൂട്ടിലേക്കാണ്ട് കയറിയാൽ പിന്നെ രക്ഷപ്പെട്ടു. അതിലേക്ക് കയറാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നതൊക്കെ. അതിനാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അതിലേക്ക് പടച്ചോൻ ആരാ കയറ്റി അതിന് ഞാൻ അവസാനം പറഞ്ഞുതരാം. റബ്ബ് ഇങ്ങോട്ട് കയറ്റി നിർത്തി തരണം നമ്മൾ, അല്ലാതെ പറ്റൂല. പടച്ചോൻ നിർത്തി തരണം. ആ റൂട്ടിലേക്ക് നമ്മളെ പടച്ചോൻ നിർത്തി തന്നാൽ, അത് നിർത്തി തരാനുള്ള ശ്രമമാണ് ഇപ്പോൾ ചെയ്യണമൊക്കെ. ആ റൂട്ടിലേക്ക് പടച്ചോൻ നമ്മളെ കയറ്റി നിർത്തി തന്നാൽ പിന്നെ ഒരു പ്രശ്നമില്ല. ഇന്ന് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഉള്ളത് നല്ല മത്തായിരിക്കും, കുറച്ച് മതി. അതുകൊണ്ട് നമ്മൾ തൃപ്തിപ്പെട്ട് സംതൃപ്തി പടച്ചോൻ തന്ന് ഒരു പരാതി നമ്മൾ പറയില്ല, ഒരു പ്രശ്നം നമുക്ക് ഉണ്ടാവില്ല. നമ്മൾ നേരെ അങ്ങോട്ട് പോയിക്കോളും. ഇങ്ങോട്ട് ഈ റൂട്ട് മാറുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ശരി, പിന്നെ അടുത്തായിട്ട് നമ്മൾ പഠിച്ച അമ്മൻ ഹുവ ഖാനത്തുനാന അല്ലയിൽ സാജിദുല്ലാഹിറ. ഇനി യഹ്ദറുല്ലാഹിറ, പരലോകത്തെക്കുറിച്ചുള്ള ജാഗ്രത, അത് നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയമാണ്. യഹ്ദറുൽ ആഹിറ എന്താണ്? ഈ ഹദറ യഹ്ദറു എന്ന് പറഞ്ഞാൽ ഈ പിന്നെ ഒരു യുദ്ധക്കളത്തിൽ യുദ്ധമൈതാനിയിൽ ഒരു യോദ്ധാവിൻ്റെ ജാഗ്രതക്ക് പറയുന്ന പേരാണ്. ആ പദം ഉപയോഗിക്കുന്ന പദമാണത് യഹ്ദറു എന്നുള്ളത്. ആ പദമാണ് ഈ പരലോകത്തിൻ്റെ വിഷയത്തിലുള്ളത് എന്ന് പറഞ്ഞ അർത്ഥം. യുദ്ധക്കളത്തിൽ യോദ്ധാവിന് ജാഗ്രത എന്താ? അതിന് പ്രത്യേകത എന്താ? എന്തുകൊണ്ടാണ്? ഒരു നിമിഷം അങ്ങോട്ടോ അങ്ങോട്ടോ നോക്കിയാൽ തല പോവും, അല്ലേ? ഒരു നിമിഷം അങ്ങോട്ടോ അങ്ങോട്ടോ നോക്കിയാൽ തല പോവും. അപ്പം എന്താ? അത്രയും ജാഗ്രത. അതാണ് പരലോകത്തിൻ്റെ വിഷയത്തിൽ വേണ്ടത് എന്ന് പറഞ്ഞാൽ തെറ്റിയാൽ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് നന്നായി ഏത് സമയത്തും ശ്രദ്ധ വേണ്ട വിഷയമാണ് എന്നർത്ഥം. അതാണ് അള്ളാഹു എന്ത് ചെയ്യണം? നമ്മൾ ആ രംഗത്തേക്ക് കയറ്റി നിർത്തണം. അള്ളാഹു നിർത്തിയാൽ അല്ലാതെ നിൽക്കൂല എന്ന് പറയാനുള്ള കാരണം അത് തക്വീർ ഒന്ന് മറിക്കുക. സൂറത്ത് തക്വീർ അമ്മ ജുസയിൽ അവസാനം 81 ആയത്തെ സൂറത്തായിരിക്കും. 81. അങ്ങനെ ഒന്നും നോക്കണ്ട. നിങ്ങൾ അമ്മ ജ്യൂസ് മറിച്ചോളി. അമ്മ എത്തസാലും മറിച്ചിട്ട് 2 പേജിന് മറിച്ചാൽ കിട്ടും.
അവസാനം അമ്മ ജുസ്. അബസ നാസിആത്ത് അമ്മ നബൈൻ കണ്ടില്ലേ? അമ്മ ജുസ് പറഞ്ഞ അമ്മ കഴിഞ്ഞിട്ട് പിന്നെ നാസിയാത്ത് കഴിഞ്ഞാൽ അബസ കഴിഞ്ഞാൽ തക്ബീർ. 79, 80, 81. കണ്ട 17 മുതൽ നോക്കാം. വല്ലൈലി ഇദാ അസ്അസ കണ്ടില്ലേ? വല്ലൈലി ഇദാ അസ്അസ. എന്താ ലൈലി പറഞ്ഞാൽ? രാത്രി. ഇതാ ആന അൽ ലൈലി കണ്ടില്ലേ? എന്താണ് ലൈല് നോക്കുക. വല്ലൈലി ഇദാ അസ്അസ, രാത്രി തന്നെയാണ് സത്യം. ഇദാ അസ്അസ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഖുർആനിൽ വേറെ ആയത്തിന് വല്ലൈലി ഇദാ യസ്ർ, രാത്രി തന്നെയാണ് സത്യം. ഇദാ യസ്ർ, അത് സഞ്ചരിക്കുമ്പോൾ, രാത്രി സഞ്ചരിക്കുക. രാത്രിൻ്റെ സഞ്ചാരം എങ്ങനെയാണ്? അസ്അസ, അതിൻ്റെ തഫ്സീറാണത്. അസ്അസ വല്ലൈലി ഇദാ അസ്അസ എന്ന് പറഞ്ഞാൽ അക്ബല വ അദ്ബറ എന്നാണ്. എന്ന് പറഞ്ഞാൽ മുന്നോട്ടും പിന്നോട്ടും ഗമിക്കുക. വല്ലൈലി ഇദാ യസ്ർ, രാത്രി തന്നെയാണ് സത്യം, അത് സഞ്ചരിച്ചാൽ. ഈ യസ്ർ എന്താണ്? ആ യസ്ർ അസ്അസയാണ്. അസ്അസ എന്ന് പറഞ്ഞാൽ രാത്രിയുടെ സഞ്ചാരം മുന്നോട്ടും പിന്നോട്ടും. എങ്ങനെ? രാത്രി മുന്നോട്ടും പിന്നോട്ടും ഗമിച്ചാൽ രാത്രിയുടെ സഞ്ചാരം 12 മണി വരെ എങ്ങോട്ടാ? അസ്തമിച്ച് രാത്രിയുടെ സഞ്ചാരം 12 മണി വരെ എങ്ങോട്ട്? മുന്നോട്ട്. 12 മണി കഴിഞ്ഞാലോ പിന്നോട്ട്. 12 മണിക്ക് ശേഷം പിന്നോട്ടാണ്. അസ്അസ, രാത്രി തന്നെയാണ് സത്യം, അത് മുന്നോട്ടും പിന്നോട്ടും ഗമിച്ചാൽ. ഇനി ബാക്കി. വസ്സുബ്ഹി ഇദാ തനഫസ, സുബ്ഹി തന്നെയാണ് സത്യം. ഇദാ തനഫസ എന്ന് പറഞ്ഞാൽ പിന്നെ ഈ ശ്വാസം ഉണ്ടല്ലോ, ശ്വാസം എടുക്കുക, ശ്വാസം വിടുക, അതിനാ ശരിക്കും തനഫസ പറയാം. അപ്പം നമ്മളിവിടെ പ്രഭാതം പൊട്ടി വിടുക എന്നൊക്കെ പറയും. ഇപ്പോൾ ഒരു പൂവ് വിടർന്നാൽ, പൂവ് വിടർന്നിട്ട് ആ പൂവിനൊരു തനഹുദ് ഉണ്ട്. തനഹുദ് പറഞ്ഞാൽ അതൊരു നെടുവീർപ്പിടാണ്ട് പൂവിനെ. ആ നെടുവീർപ്പ് എന്തിനാന്ന് വെച്ചാൽ അത് അതിൻ്റെ അത്തർ വ്യാപിപ്പിക്കാനാണ്. പൂവിൻ്റെ അത്തർ പരത്താൻ വേണ്ടിയിട്ട് അതിനൊരു തനഫുസ് ഉണ്ട്. ഒരു പൂ വിടരുമ്പോൾ അതൊക്കെ ദൃഷ്ടാന്തമുണ്ട്. അല്ല ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങളാണ്. വസ്സുബ്ഹി ഇദാ തനഫസ, സുബ്ഹി ശ്വാസം വിട്ടാൽ. എന്താ മനസ്സിലായത്? രാത്രി തന്നെയാണ് സത്യം, അത് മുന്നോട്ട് പിന്നോട്ട് ഗമിക്കുക. രാത്രി എന്ന് പറഞ്ഞത് എന്തിനാണ്? രാത്രിയിൽ ദൃഷ്ടാന്തം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നർ. മനുഷ്യൻ്റെ ജീവിതവുമായിട്ട് ഇതിന് ബന്ധമുണ്ട്. അങ്ങനെയാണ് ആയുസ്. അങ്ങനെയാണ് 40 വയസ്സ് വരെ മുന്നിക്ക, 40 വയസ്സ് കഴിഞ്ഞാൽ പിന്നിക്ക. അവിടെ ഒടുക്കത്തും ചെറിയ കുട്ടികളെ മാതിരിയാവും അല്ലേ? എന്താണ് ഖുർആനിലല്ല പറഞ്ഞത് എന്താണെന്ന് അവർക്ക് അറിയാത്ത ചെറിയ കുഞ്ഞുങ്ങളെപ്പോലെയായി മാറും. അർദൽ ഉമറിലേക്ക് വരും. ശരീരം വരെ കുട്ടികളെപ്പോലെ ആവും. ചെറിയ കുട്ടിയെ ബാക്കിയുള്ളവർ കഴുകി വൃത്തിയാക്കി ഒക്കെ ശുദ്ധീകരിക്കുന്ന പോലെ മറ്റുള്ളവർ കഴുകി കൊടുത്ത് ശുദ്ധീകരിക്കുന്ന അവസ്ഥയിലേക്ക് മനുഷ്യൻ്റെ ജീവിതം മടങ്ങും. വസ്സുബ്ഹി ഇദാ തനഫസ്, ഓരോ സുബ്ഹിയും നിങ്ങൾക്ക് എന്താ സുബ്ഹി? എന്താ അതിൻ്റെ ദൃഷ്ടാന്തം എന്താണ്? സുബ്ഹിയാണ് രാവിലെ സൂര്യൻ ഉദിക്കുന്നതല്ല മനസ്സിലാക്കണ്ടേ. എന്താണ് സുബ്ഹി? ഫജ്ർ വൽ ഫജ്ർ വലയാലിൻ അശ്ർ. കേട്ടില്ലേ? എന്താണ് സുബ്ഹി? ആ സുബ്ഹി നമുക്ക് രണ്ടാമതും ഒരു സുബ്ഹി നമുക്ക് പടച്ചോൻ തന്നതാണ് അല്ലേ? നമ്മൾ മരിച്ചതായിരുന്നു. രണ്ടാമതും വസ്സുബ്ഹി ഇദാ തനഫസ, സുബ്ഹി നമുക്ക് രണ്ടാമത് ശ്വാസം തരികയാണ്, ജീവൻ തരികയാണ്. രണ്ടാമത് ശ്വസിക്കാൻ
വസ്സുബ്ഹി ഇദാ തനഫസ്. ഇതെന്തിനാ പറഞ്ഞത്? ഈ രണ്ട് കാര്യങ്ങളെ സത്യം ചെയ്ത് അള്ളാഹ് പറഞ്ഞ കാര്യം എന്താ? ബാക്കി ഇതെന്തിനാ പറഞ്ഞ? ഇന്നഹു ലഖൗലു റസൂലുൻ കരീം. ഇത് മാന്യനായ ഒരു ദൂതൻ പറയുന്ന വാക്ക് തന്നെയാണ്. ആ റസൂലുൻ കരീം എന്ന് പറഞ്ഞാൽ ജിബ്രീലാണ്. ആ റസൂൽ ജിബ്രീലാണ്. ജിബ്രീലാണ്. ബാക്കി പറയുമ്പോൾ അടുത്ത ആയത്ത് വായിക്കുമ്പോൾ മനസ്സിലാവും. അതായത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബിക്ക് പറഞ്ഞു കൊടുക്കുന്ന വാക്കാണ് എന്ത്? ഇന്നഹു. ഈ ഹു ഏതാ? ഈ ഖുർആൻ. ഇന്ന ഖുർആൻ അൽ ഫജ്രി കാന മഷ്ഹൂദ. ഖുർആൻ സുബ്ഹി സമയത്തെ ഖുർആൻ പാരായണം അതൊരുപാട് കാര്യങ്ങൾക്കുള്ള സാക്ഷീകരണമാണ്. ഇന്ന ഖുർആൻ അൽ ഫജ്രി കാന മഷ്ഹൂദ. ശരി, ഇനി എന്തിനാ പറഞ്ഞു നോക്കാം. ആരാണ് ജിബ്രീൽ? ദീ ഖുവ്വത്തിൻ, ശക്തിയുള്ളവനാണ്. ദീ ഖുവ്വത്തിൻ, ശക്തിയുള്ളവനാണ്. ഇൻദദിൽ അർശി, സിംഹാസനത്തിൻ്റെ ഉടമസ്ഥൻ്റെ അടുക്കൽ. സിംഹാസനത്തിൻ്റെ ഉടമസ്ഥൻ്റെ അടുക്കൽ മക്കീൻ, സ്വാധീനമുള്ളവനുമാണ്. അള്ളാഹിൻ്റെ അടുക്കൽ പ്രത്യേക സ്വാധീനമുള്ള. ദിൽ അർഷ് എന്ന് പറഞ്ഞാൽ അള്ളയാണ്. ദിൽ അർഷ്, അർഷിൻ്റെ ഉടമസ്ഥൻ ആരാണ്? അള്ളയാണ്. അള്ളാഹിൻ്റെ അടുക്കൽ പ്രത്യേക സ്വാധീനമുള്ള, ശക്തിയുള്ള ഒരു ദൂതൻ. ആ ദൂതൻ ആരാണ്? ജിബ്രീൽ. ആ ജിബ്രീലാണ് ഈ വാക്ക് റസൂലുള്ളാഹിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ മുത്തായിൻ, അനുസരിക്കപ്പെടുന്നവനാണ്. സമ്മ, അവിടെ. സുമ്മല്ല. സുമ്മ പറഞ്ഞാൽ പിന്നെ, സമ്മ എന്ന് പറഞ്ഞാൽ അവിടെ. സുമ്മ എന്ന് പറഞ്ഞാൽ പിന്നെ എന്നാണ്. സമ്മ എന്ന് പറഞ്ഞാലോ അവിടെ. മുത്തായിൻ, അനുസരിക്കപ്പെടുന്നവനാണ്. സമ്മ, അവിടെ. അമീൻ, വിശ്വസ്തനുമാണ്. റൂഹുൽ അമീൻ ആരാ? റൂഹുൽ അമീൻ ആരാ? ജിബ്രീൽ അലൈഹിസ്സലാം. റൂഹുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായികത്തു വറൂഹ്. ആ റൂഹ് ആരാ? ആ റൂഹുൽ അമീനാണ്. അണ്ട, ആ റൂഹ് എന്ന് അവിടെ പറഞ്ഞു, അമീൻ എന്ന് ഇവിടെ പറഞ്ഞു. മനസ്സിലാക്കിക്കോളെ. റൂഹുൽ അമീൻ എങ്ങനെ കിട്ടിയത്? റൂഹ് എന്ന് അവിടെ പറഞ്ഞു, അമീൻ എന്ന് ഇവിടെ പറഞ്ഞു. രണ്ടും ആരാണ്? ജിബ്രീൽ. അപ്പോൾ റൂഹുൽ അമീൻ ആരാണ്? ജിബ്രീലാണ്. മനസ്സിലായില്ലേ? അങ്ങനെ തന്നെ മനസ്സിലാക്കണേ. പറഞ്ഞു കൊടുക്കാൻ പറ്റണം. റൂഹുൽ അമീൻ എങ്ങനെ നിങ്ങൾക്ക് കിട്ടിയെന്ന് വെച്ചാൽ പറയണം. റൂഹുൽ അമീൻ ജിബ്രീൽ എങ്ങനെ നിങ്ങൾ പറയുന്നത് തെളിവ് എന്ന് വെച്ചാൽ എന്താ പറയുക? അതായത് നമ്മളെ നാട്ടിൽ ലൈലത്തുൽ ഖദറിന് ചീരണി ഉണ്ടാക്കും, പലഹാരം കൽത്തപ്പം ഉണ്ടാക്കും. ലൈലത്തുൽ ഖദറിന് പ്രതീക്ഷണ ദിവസം. എന്തിനാണ് ഈ ചീരണി ഉണ്ടാക്കുന്നത്? സാധാരണക്കാരനായ ഒരു നമ്മളെ നാട്ടിലെ ഒരു സാധു മുസ്ലിമിൻ്റെ വിശ്വാസം എന്താണ് അതിൻ്റെ പിന്നിൽ ഒരു ഉദ്ദേശമുണ്ട്. അല്ലല്ല, ജിബ്രീൽ വരുന്നതാണെങ്കിൽ ജിബ്രീലിനെ അത് നിന്നോ അപ്പോൾ ഒരിച്ച് വരാണ്ടാക്കിയ ജിബ്രീൽ നിന്നിട്ടില്ല. അല്ലല്ല, എന്താണ് എൻ്റെ പിന്നിൽ? അതായത് തനസ്സലുൽ മലായികത്തു വർ റൂഹ് എന്ന് പറഞ്ഞാൽ ഈ മലക്കുകളും റൂഹും ഇറങ്ങും. റൂഹ് എന്ന് പറഞ്ഞാൽ മരിച്ച ആൾക്കാരെ ആത്മാവാണ്. അപ്പോൾ വെല്ലിപ്പ മരിച്ചുപോയി. വെല്ലിപ്പാക്ക് കൽത്തപ്പ ഇഷ്ടമായിരുന്നു. വെല്ലിപ്പാക്ക് ഇഷ്ടമുള്ള കൽത്തപ്പ ഉണ്ടാക്കുകയാണ്. അതാണ് വിശ്വാസം. മനസ്സിലാണ് പറഞ്ഞത്? വെല്ലിപ്പാക്ക് ഇഷ്ടപ്പെട്ട വെല്ലിമ്മ മരിച്ചു, വെല്ലിമ്മാൻ്റെ റൂഹ് വരും. ലൈലത്തുൽ ഖദറിൻ്റെ അന്ന് റൂഹ് വരും. മലക്കിറങ്ങും, മലക്കിൻ്റെ കൂടെ റൂഹും അർവാഹുകൾ വരും. ഭൂമിയിലേക്ക് അർവാഹുകൾ, ഇവിടുന്ന് മരിച്ചുപോയ ആൾക്കാരെ റൂഹൊക്കെ ആകാശത്തേക്ക് പോയി. ആ റൂഹുകളൊക്കെ ഒടുക്ക് ഇറങ്ങി വരുന്നതാണ്. മലക്കളെ കൂട്ടത്തിൽ റൂഹ് ഇറങ്ങി ഭൂമിയിലേക്ക് ഇറങ്ങി വരും. നമുക്ക് കാണാൻ കഴിയില്ലെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യും? നമുക്കിഷ്ടപ്പെട്ട ഒരാളെ, ഒരു മൂല്യരെ അല്ലെങ്കിൽ തങ്ങളൊരു മൊല്ലാക്കാനെ വിളിച്ചിട്ട് അയാൾക്ക് ഈ മരിച്ച വ്യക്തിക്ക് നല്ല നല്ല നീർമ്മപ്പത്തിരിയും നല്ല തേങ്ങ വറുത്തരച്ച കോഴിക്കറി ഇഷ്ടമായിരുന്നു, അപ്പോൾ അത് ഉണ്ടാക്കിയിട്ട് കൊടുക്കും. അതാര് തിന്നും? ഈ മൊല്ലാക്ക തിന്നും. മൊല്ലാക്ക തിന്നുന്നത് ആര് തിന്നതിന് സമാണ്? ഈ മരിച്ച ഈ റൂഹ്. അപ്പോൾ അവർ അത് കണ്ട് സന്തോഷപ്പെടും, സംതൃപ്തിപ്പെടും. അതാണ് പറയണത്. അപ്പോൾ ഈ വിശ്വാസം ഇത് ആര് പഠിപ്പിച്ചു കൊടുത്ത വിശ്വാസമാണ്?
ഇത് ആര് പഠിപ്പിച്ചു കൊടുത്ത വിശ്വാസ? ആയത്തിൽ കിട്ടിയില്ലേ, തനസ്സുൽ മലായിക്കത്തു വർ റൂഹ്. റൂഹ് എന്നാ പറഞ്ഞിട്ടുള്ളൂ, റൂഹ് ഇറങ്ങും എന്നാ പറഞ്ഞേ. മലക്കിറങ്ങും റൂഹ് ഇറങ്ങും. ലൈലത്തുൽ ഖദറിൻ്റെ 27 അല്ല, അങ്ങനെ മറ്റൊന്നും ബാധകമല്ല. 27 അവർ ഉറപ്പിച്ച 27. അപ്പം ഈ റൂഹ് ഇറങ്ങുമ്പം ഈ റൂഹിന് ഇഷ്ടപ്പെട്ട പലഹാരങ്ങൾ കൊടുക്കണം എന്ന അറിവ് അള്ളാഹ് പഠിപ്പിച്ച അറിവാണോ? ആണോ? അല്ല. ഈ റൂഹൻ ആരല്ല? മരിച്ച ആൾക്കാരെ റൂഹല്ല, പിന്നെ ആരാണ്? റൂഹുൽ അമീനാണ്. തനസ്സലുൽ മലായിക്കത്തു വർ റൂഹ്, മലക്കുകൾ ഇറങ്ങും റൂഹും ഇറങ്ങും എന്ന് പറഞ്ഞാൽ മലക്കുകളെ നേതാവായ ആര്? ജിബ്രീൽ, റൂഹുൽ അമീൻ. അപ്പം ഇത് നമ്മൾ പറയുമ്പോൾ ഓരോ ചോദ്യം അതെങ്ങനെ നിങ്ങൾക്ക് കിട്ടിയെന്നാണ് മനസ്സിലായി പറഞ്ഞത്. നമ്മൾ പറയണത് മലക്കുകൾ ഇറങ്ങും റൂഹും ഇറങ്ങും എന്ന് പറഞ്ഞാൽ ആ റൂഹ് ആരല്ല? മരിച്ചുപോയ മനുഷ്യന്മാർ, അർവാഹകല്ലല്ല. മൂലമാർ എന്താ പഠിപ്പിച്ചു കൊടുത്തത്? ഈ ഇറങ്ങണത് എന്താണ്? അർവാഹുകളാണ്. അപ്പോൾ ഈ അർവാഹുകൾക്ക് അർവാഹ് ആരതാണ്? ഓരോരുത്തർക്കും ഓരോ വീട്ടിലും മരിച്ചുപോയ വല്യപ്പാരി മാപ്പാരി അർവാഹുകളാണ്. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താണോ അതുണ്ടാക്കിയിട്ട് ആർക്ക് കൊടുക്കണം? അപ്പോൾ അത് ആര് പഠിപ്പിച്ച ഇൽമാണ്? പോലും പഠിപ്പിച്ച ഇൽമാണ്. മനസ്സിലായി പറഞ്ഞേ? നിങ്ങൾക്ക് മനസ്സിലായില്ല? അപ്പോൾ എന്ത് ചെയ്യണം? ഈ നമ്മൾ പറയുന്നു അത് എന്തല്ല, അത് അള്ളാഹ് പഠിപ്പിച്ച ഇൽമല്ല, അത് ആര് പഠിപ്പിച്ച ഇൽമാണ്? ഇവർ പഠിപ്പിച്ച ഇൽമാണ്. അപ്പോൾ അതിനെന്താ തെളിവ്? ഈ റൂഹ് എന്ന് പറഞ്ഞാൽ ആരാണ്? റൂഹുൽ അമീനാണ്. അപ്പോൾ അതെങ്ങനെ കിട്ടിയത്? റൂഹ് എന്ന് ആ ആയത്തിലും അമീൻ എന്ന് ഈ ആയത്തിലും പറഞ്ഞു. കണ്ടോ? അത് ജിബ്രീലിനെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു വസ്തുവെ സംബന്ധിച്ച് അള്ളാഹു പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്നാണല്ലോ. അത് എല്ലാം ഒരു സ്ഥലത്ത് തന്നെ പറയണമെന്നില്ല. ഇപ്പോൾ റസൂലിനെ സംബന്ധിച്ച് തന്നെ റസൂലുള്ളാഹിക്ക് എത്ര പേരുകളുണ്ട്? എല്ലാം ഒരേ സ്ഥലത്താണോ പറഞ്ഞത്? അല്ല. പിന്നെ ഏത് സ്ഥലത്താണ് പറഞ്ഞത്? പലതും പല സ്ഥലത്താണ് പറഞ്ഞത്. മനസ്സിലായി? ഇവിടെ ആരെ പറ്റിയാണ് പറഞ്ഞത്? ജിബ്രീലിനെ സംബന്ധിച്ച് പറഞ്ഞു. അത് ഇവിടെയാണ് സമ്മ അമീൻ, അവിടെ വിശ്വസ്തനുമാണ്. ഇവിടെ പറഞ്ഞ റൂഹ്. അപ്പോൾ ആ റൂഹും റൂഹുൽ അമീൻ. ഇനി അത് മാത്രമല്ല, ഇത് ഖുർആനിൽ പറഞ്ഞത് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ ഈ ജിബ്രീലിനെ സംബന്ധിച്ച് എന്ത് പറഞ്ഞിട്ടുണ്ട്? റൂഹുൽ അമീൻ എൻ്റെ അടുക്കൽ വന്നു പറഞ്ഞിട്ടുണ്ട്. റൂഹുൽ അമീൻ എൻ്റെ അടുക്കൽ. അപ്പോൾ റസൂലുള്ളാഹിക്ക് എങ്ങനെ കിട്ടിയത്? അള്ളാഹ് കൊടുത്ത വഹീൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടിയത്. മനസ്സിലായ സംഭവം? ഇനി ബാക്കി നോക്കി. നമ്മളെ വിഷയം അതൊന്നുമല്ല. വമാ സാഹിബുക്കും ബി മജ്നൂൻ, നിങ്ങളുടെ ആ കൂട്ടുകാരൻ ഭ്രാന്തനുമല്ല. ആരാണ് ഈ സ്വാഹിബ്? ഈ സ്വാഹിബ് ആരാണ്? റസൂലാണ്. അതായത് ഖുർആനിൻ്റെ ആധികാരികത പറയാണ്. അള്ളാഹുവിൽ നിന്ന് ജിബ്രീൽ മുഖേന ആരിലേക്ക്? റസൂലുള്ളാഹിയിലേക്ക്. അപ്പോൾ അള്ളാഹുവും ജിബ്രീലും തമ്മിലുള്ള ബന്ധമാണ് ഇപ്പോൾ പറഞ്ഞത്. ദിൽ അർഷാണ്, മക്കീനാണ്, അവിടെ അമീനാണെന്നൊക്കെ പറഞ്ഞല്ലോ. അത് അത്രയും വിശ്വസ്തനാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹ് ഒരു സംഗതി ജിബ്രീൽ മുഖേന റസൂലുള്ളാഹിക്ക് അയച്ചു കൊടുത്താൽ അതെന്ത് ചെയ്യൂല? ഇനി ബാക്കി നോക്കി. വമാ സാഹിബുക്കും ബി മജ്നൂൻ, ഭ്രാന്തനല്ല. വലക്കത് റആഹു ബിൽ ഉഫുഖിൽ മുബീൻ. ഇനി ജിബ്രീലും റസൂലും തമ്മിലുള്ള ബന്ധം പറഞ്ഞത് ആധികാരികത കേട്ടോ. നേരത്തെ ആര് തമ്മിലുള്ള ബന്ധം പറഞ്ഞത്? അള്ളയും ജിബ്രീലും. ഇനി ജിബ്രീലും റസൂലും തമ്മിലുള്ള ബന്ധം നോക്കി. വലക്കത് റആഹു, നബി അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. ആരെ? ബിൽ ഉഫുഖിൽ മുബീൻ, വ്യക്തമായ ആകാശലോക ചക്രവാളത്തിൽ വെച്ച്, മലക്കള ലോകത്ത് വെച്ച്. ഏത് രൂപത്തിൽ? മലക്കിൻ്റെ ഒറിജിനൽ രൂപത്തിൽ, മലക്കുകളുടെ ഒറിജിനൽ രൂപത്തിൽ ജിബ്രീലിനെ ആര് കണ്ടിട്ടുണ്ട്? അല്ലാഹു റസൂൽ കണ്ടിട്ടുമുണ്ട്. അപ്പോൾ ആ ബന്ധുവായി. ഇനി വമാ ഹുവ അലൽ ഗൈബി ബിളനീൻ, വൈബാണ് ഈ വരുന്നതൊക്കെ. ഒന്നാം ആകാശത്തിന് മുകളിൽ നിന്ന് വരുന്ന അറിവൊക്കെ എന്താണ്? വൈബാണ്. ആ വൈബായ ഈ അറിവ് അതിൻ്റെ കാര്യത്തിൽ ബിളനീനല്ല, പിശുക്ക് കാണിക്കുന്നവനുമല്ല. എന്തല്ല? അപ്പം എന്താ അർത്ഥം? പറഞ്ഞത് ഒരിക്കലും കളവാവൂല, മറന്നു പോകൂല, കൂട്ടൂല, കുറക്കൂല, ഒന്നും ചെയ്യൂല എന്നർത്ഥം. സത്യസന്ധമായിരിക്കും എന്നർത്ഥം. ഇതെന്തിനാ പറഞ്ഞത്? ആധികാരികതയാണ്. ഇതെവിടെയും ചോർന്നു പോകൂല. ഖുർആൻ്റെ സംരക്ഷണം. ഇപ്പം ഈ ഷിയാക്കളെ കയ്യിലൊരു ഖുർആൻ ഉണ്ട്, അറിയില്ലേ? ഷിയാക്കളെ കയ്യിലൊരു ഖുർആൻ ഉണ്ട്. ഓല് പറഞ്ഞ അതാണ് ഒറിജിനൽ ഖുർആൻ എന്നാണ്. അത് നമ്മളെ ഖുർആൻ്റെ മൂന്നിരട്ടി ഉണ്ട് ആ ഖുർആൻ, ഷിയാക്കളെ കയ്യിലുള്ള ഖുർആൻ.
ഓല് പറഞ്ഞത് ഈ ഖുർആനൊക്കെ ഈ ഒറിജിനൽ ഖുർആന് നമ്മളെ കയ്യിലുള്ള ഖുർആന് അതാണ് ഒറിജിനൽ ഖുർആന്. ആ ഖുർആനിന് അതിനെ ഒഴിവാക്കി കട്ടതും വിട്ടതും അങ്ങനെ ക്രോഡീകരിച്ചതാണ് ഈ ഖുർആൻ എന്ന് ഓല് പറഞ്ഞത്. മനസ്സിലാ പറഞ്ഞത്? അപ്പോൾ നമുക്ക് പറയാൻ കഴിയണം എന്ത്, ഖുർആൻ്റെ വിഷയത്തിൽ ഒരിക്കലും അള്ളാഹു തആല തന്ന ഖുർആൻ ആർക്കെങ്കിലും വെട്ടിക്കുറക്കാൻ കഴിയുമോ? ഉണ്ടോ? ഒന്നും കഴിയില്ല. അള്ളാഹ് തന്ന ഖുർആൻ അതേ രൂപ അള്ളാഹ് സംരക്ഷിക്കും. അതിൻ്റെ സംരക്ഷണം ആരെ മേൽ ബാധ്യതയാണ്? അള്ളാഹിൻ്റെ മേൽ ബാധ്യത. ഒന്നും കുറക്കേണ്ട ആവശ്യമില്ല, കുറക്കാൻ കഴിയൂല. ഓക്കെ, ബാക്കി വമാഹു ബി ഖൗലി ശൈത്താൻ റജീം, ഇത് ശപിക്കപ്പെട്ട ശൈത്താൻ്റെ വാക്കൊന്നുമല്ല. എന്നതിൻ്റെ അർത്ഥം, ഇങ്ങോട്ട് വരുമ്പോൾ ആകാശലോകത്ത് നിന്ന് ഖുർആനുമായി വരുമ്പം ഈ ഖുർആൻ നോക്കുന്ന ശൈത്താൻ ഏതാ വർഗം? ജിന്ന് വർഗം. അവർക്ക് ഇതിലെന്തെങ്കിലും ഇടപെടാൻ പറ്റുമോ? അഭൗതികമായ ഗൈബിയായ ഒരു വിഷയത്തിൽ ജിന്നുകൾക്ക് ഇടപെടാൻ പറ്റുമോ? ഇല്ല. അപ്പം ജിന്ന് ഭൗതിക ക്ലിയർ ആയില്ലേ? അമാഹുവ അലൽ ഗൈബി ബിളനീൻ. ഈ ഗൈബായ കാര്യത്തിൽ ഇവർക്ക് ഇടപെടാൻ പറ്റുമെങ്കിൽ ശൈത്താന്മാർ എന്ത് ചെയ്യും? ഇടപെടും. അതിലിടപെടുമ്പോൾ എന്താവും? ഇവിടെ പൂർണ്ണാവോ? ഇല്ല. അതുകൊണ്ട് ഒരു ശൈത്താനിനും ഈ ആയത്ത് അദൃശ്യ ലോകത്തുനിന്ന് ഗൈബിയായ ലോകത്തുനിന്ന് ദൃശ്യമായ ലോകത്തേക്ക് വരുമ്പോൾ അതിലൊരിക്കലും ഇടപെടാൻ ആർക്ക് കഴിയൂല? ഒരു ശൈത്താനും കഴിയൂല. ഒരു ശൈത്താൻ്റെ വാക്കുമല്ല ഇത്. മനസ്സിലാണല്ലോ പറഞ്ഞത്? അഞ്ഞ് ബാക്കി. അപ്പം ഇത് ആധികാരികത പറഞ്ഞിട്ട് അള്ളാഹ് പറയാം, ഫഅൈന തദ്ഹബൂൻ. അപ്പോൾ എവിടേക്കാണ് തദ്ഹബു നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്? ഫഅൈന തദ്ഹബു ചോദിച്ചിട്ടാണ്. ഫഅൈന തദ്ഹബൂൻ, അപ്പോൾ നിങ്ങൾ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? ഫഅൈന തദ്ഹബൂൻ. എന്താണ് ആ വാക്കിൻ്റെ അർത്ഥം? ഇത് പഠിക്കാതെ, ഇത് മനസ്സിലാക്കാതെ എന്താ നമ്മൾ സാധാരണ നാടൻ ഭാഷ ചോദിക്കണ ചോദ്യമല്ലേ, എങ്ങട്ടാപ്പം എൻ്റെ പോക്ക്? അല്ലെ ചോദിക്കല്ലേ, സാധാരണ ചോദിക്കലുണ്ട് അല്ലേ, എങ്ങട്ടാണ് അപ്പം ആ പോക്ക്? അവൻ്റെ പോക്ക് എങ്ങട്ടാണ്? എവിടെ ചെന്ന് അവസാനിക്കാൻ നമുക്കൊരു പുറത്തുമില്ല. സാധാരണ പറയാറുണ്ട് ഈ ചോദ്യം. ഫഅൈന തദ്ഹബൂൻ, എങ്ങോട്ടാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്? ഇൻ ഹുവ ഇല്ലാ ദിക്റുൽ ലിൽ ആലമീൻ. ഈ ഖുർആൻ ലോകർക്കുള്ളൊരു ഉത്ബോധനം മാത്രമാണ് കേട്ടോ. ഈ ഖുർആൻ ഈ ലോകർക്കുള്ള ഒരു ഉത്ബോധനം മാത്രമാണ്. ആർക്ക്? ലിമൻ ഷാ മിൻകും, നിങ്ങളിൽ നിന്ന് ഉദ്ദേശിക്കുന്നവർക്ക്. അൻ യസ്തഖീമ, നേരെ ചൊവ്വ ജീവിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക്. ഇനി അടുത്ത ആയത്താണ്. എന്താ പറയുക, ഞാൻ സാധാരണ പറയലുണ്ടല്ലോ, നമ്മളാരും ഇവിടെ എത്തിയത് നമ്മളെ വലിപ്പത്തരം കൊണ്ടാണെന്ന് വിചാരിക്കണ്ട. പടച്ചോൻ തന്ന തൗഫീഖ്, പടച്ചോൻ വിചാരിച്ചു നമ്മളിവിടെ എത്തിയത് അല്ലേ? നോക്കി, വമാ തശാഊന, നിങ്ങൾ ഉദ്ദേശിക്കുകയില്ല, ഇല്ലാ അൻ യശാ അല്ലാഹു റബ്ബുൽ ആലമീൻ,